ഹലോ, വി സാപ്പി ഹോമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കാരമൽ ബ്രെഡ് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടും സോഫ്റ്റ് ആയിട്ടും പിന്നെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. മിക്സിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, ബീറ്ററിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. അപ്പോൾ ഞാൻ അധികം വൈകുന്നില്ല, റെസിപ്പിയിലേക്ക് പോവാണ്. ഇവിടെ ഒരു കുക്ക് ആൻസർ പോലത്തെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പാത്രം ഒന്ന് അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ പഞ്ചസാര നമ്മൾ ആ പാത്രം എടുത്തിരിക്കുന്ന പാത്രത്തിൻ്റെ ബേസ് നിറച്ചങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളൊരു 3 മിനിറ്റ് തീ കുറച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും നമുക്ക് കാരമലായിട്ട് കിട്ടും. പിന്നെ ഇത് നമ്മൾ പുഡിംഗ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിൽ തന്നെ കാരമലായിട്ട് ചെയ്യാനെടുക്കുക. അതല്ലേ പിന്നെ നമ്മൾ കാരമൽ വേറൊരു പാത്രത്തിലേക്ക് ഒഴിക്കാനൊക്കെ പോകണം. അപ്പോൾ ഇതിപ്പോൾ അതിൻ്റെ ഒന്നും ഒരു ആവശ്യം ഉണ്ടാവില്ല. നമ്മളൊരു 3 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് കാരമലായിട്ട് കിട്ടി. ചെറുതായിട്ടൊന്ന് ഇളക്കി ഒന്ന് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് പുഡിംഗ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വലിയ മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അത് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ, ഒരുപാട് ഫൈനായിട്ട് പൊടിയൊന്നും വേണ്ട. അതിലേക്ക് 3 മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറഞ്ഞ ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ എല്ലാം റേഷ്യോ ഒന്ന് കൂട്ടിയാൽ മതി. നമ്മൾ 3 മുട്ട ചേർത്ത് കൊടുത്തിട്ട് പഞ്ചസാരയും മുട്ടയും കൂടെ ഒന്ന് അടിച്ചെടുക്കാം. ഇത് ബ്രെഡ് പുഡിംഗ് ആണല്ലോ, അപ്പോൾ നമുക്കിതിലേക്ക് ബ്രെഡ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 4 ബ്രെഡാണ് ചേർത്ത് കൊടുക്കുന്നത്. ബ്രെഡ് ചേർക്കുമ്പോൾ അതിൻ്റെ അറ്റത്തുള്ള ആ ബ്രൗൺ കളർ പാർട്ട് ഒന്ന് കണ്ടിച്ചെടുത്തിട്ട് ചേർക്കുവാണെങ്കിൽ ഇത്രൂടി ടേസ്റ്റ് ആവും. പിന്നെ ഇത് ഞാനിപ്പോൾ പെട്ടെന്ന് ചേർക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതുകൊണ്ട് ഞാനിങ്ങനെ കട്ട് ചെയ്യാണ്ട് ചേർക്കുകയാണ്. എങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ആയിട്ടും സോഫ്റ്റ് ആയിട്ടും തന്നെ നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ ബ്രെഡിൻ്റെ അളവാണ് നമ്മുടെ പുഡിങ്ങിൻ്റെ തിക്നെസ് അല്ലെങ്കിൽ കട്ടി തീരുമാനിക്കുന്ന. ബ്രെഡ് കുറേ ചേർക്കുവാണെങ്കിൽ പുഡിങ് ഇത്തിരി കൂടി കട്ടിയായിട്ട് പോകും. അപ്പോൾ 4 ബ്രെഡ് ചേർക്കുമ്പോൾ അത് കറക്റ്റായിരിക്കും. ഇനി എന്നിട്ട് നമ്മൾ ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.25 കപ്പ് പാലാണ് ടോട്ടലായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം 1/2 കപ്പ് പാല് ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇനി ബാക്കിയുള്ള പാലും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വാനില എസൻസ്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഫൈനൽ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ കാരമലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പാത്രത്തിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കാം. നമ്മളിത് കാരമൽ വേറെ പാത്രത്തിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ഡൈല്യൂട്ട് ചെയ്തിട്ട് പിന്നെ ഇത് ഒഴിക്കാനൊക്കെ പോകണം. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എളുപ്പത്തിൽ തന്നെ നമുക്ക് നേരിട്ടങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമ്മളൊരു ആവിപ്പാത്രം എടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് ആവി കയറാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ അതിലേക്ക് ഈ പുഡിങ്ങിൻ്റെ മിക്സ് അങ്ങ് ഇറക്കി വെച്ച് കൊടുക്കുക. അതൊരു അലൂമിനിയം ഫോയിലോ അല്ലെങ്കിൽ ഒരു മൂടിയോ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തിട്ട് ഒരു 30 മിനിറ്റ് നമുക്ക് ആവി കയറാനായിട്ട് വെക്കാം. ഇതിപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാനൊരു 10 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചതാണ് കേട്ടോ. പുഡിങ് ആകുമ്പോൾ ഒന്ന് തണുത്താലല്ലേ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമ്മൾ ആ പാത്രത്തിൻ്റെ അറ്റത്തെ കൂടെ കത്തി ഒന്ന് വരഞ്ഞു കൊടുക്കുക. അറ്റം സൈഡ് ഇത്തിരി ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു പാത്രമാണെങ്കിൽ ഇത്തിരി നല്ലതാണ്. നമ്മളൊന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കേക്കൊക്കെ ഡിമോൾഡ് ചെയ്തെടുക്കുന്ന പോലെ തന്നെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് കമത്തി മാറ്റാം. മുകളിലൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതേ നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് നമ്മൾ റെഡിയാക്കി എടുത്താണ്. നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ സെർവ് ചെയ്യാൻ പറ്റിയൊരു റെസിപ്പിയാണ്. നമ്മുടെ കാരമലും പുഡിങ്ങും തമ്മിൽ മിക്സ് ആയിട്ടൊന്നും പോയിട്ടില്ല. കാരമൽ നമ്മൾ ഡൈല്യൂട്ട് ചെയ്തിട്ട് ഒഴിക്കുകയാണെങ്കിൽ പുഡിങ്ങും കാരമലും മിക്സ് ആയിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്നുമില്ല, അതിൻ്റെ മുകളിൽ തന്നെ ഇങ്ങനെ കിടക്കും. അപ്പോൾ വളരെ സോഫ്റ്റാണ്. ഞാൻ വീഡിയോയിൽ കാണിക്കുമ്പോൾ തന്നെ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. വളരെ സോഫ്റ്റാണ്, നല്ല ടേസ്റ്റുമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. വെറും 5 ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമ്മൾ മിക്സിയിൽ ഉണ്ടാക്കിയെടുത്താണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക്